ഇനിയിപ്പം നമ്മൾ തമ്മിൽ അത്ര അടുപ്പത്തിലല്ലെങ്കിലും അപ്പോനും മാളവനും അങ്ങനെ തമ്മിൽ അകന്നു കഴിയാൻ പറ്റുമോ? അതിപ്പം അതിലൊരാളുടെ കല്യാണം കഴിഞ്ഞാൽ പോലും. VP വിചാരിക്കും പോലെ നമ്മൾ തമ്മിൽ അത്ര അകൽച്ചയൊന്നും ഇല്ലെന്നേ. പിന്നെ അപ്പുൻ്റെ മാളുവിൻ്റെയും കാര്യം, മാളുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് കരുതി കുട്ടികൾ ഇപ്പോഴും നല്ല കൂട്ടാ. മുരളി, ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയൂ. അപ്പു ഇപ്പൊ എവിടെയാണ്? അപ്പു ഇപ്പോ എറണാകുളത്ത് ജേർണലിസം. വേണ്ട മുരളി, ആ കള്ളം പൊളിഞ്ഞു. ഞാൻ ഇന്നലെ പ്രസ് അക്കാദമിയിലെ ജേർണലിസം ക്യാമ്പ് പോയിരുന്നു. അപ്പുവിനെ തെരഞ്ഞ് ആ ക്യാമ്പസിലെ ഒരു ബാച്ചിലും അപൂർവ വിജയ് എന്നൊരു കുട്ടി എൻറോൾ ചെയ്തിട്ടില്ല. ഇനി താൻ കൂടി അത് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഇവിടെ വന്നപ്പോൾ ഇന്ദിരാമ്മയുടെ നാവിന്ന് അപ്പുവിനെന്തോ അസുഖമുണ്ടെന്ന് കേട്ടു. ആ സംശയം എനിക്കും തോന്നിയിരുന്നു. അപ്പുവിനങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല VP. അപ്പുവിൻ്റെ കാര്യം വിട്ടേക്ക് മുരളി. അവൾക്ക് എന്താ സംഭവിച്ചതെന്നും എവിടെയാണെന്നും ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ ഇപ്പം മുരളിയെ കാണാൻ വന്നത് വേറൊരു കാര്യം കൂടി അറിയാനാ. ഒരു ഭാര്യയോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനും പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് മുരളി. എന്നിട്ടും ഞാൻ ഗീതയോട് പരോക്ഷമായി ഇക്കാര്യം സംസാരിച്ചു. പക്ഷേ എനിക്ക് കൺവിൻസിംഗ് ആയ ഒരു മറുപടിയല്ല ഗീതയിൽ നിന്ന് കിട്ടിയത്. VPക്ക് എന്താ അറിയേണ്ടത്? ഞാനും ഗീതയും തമ്മിൽ ഡിവോഴ്സിന്റെ വക്കുവരെ പോകാനുണ്ടായ പ്രശ്നങ്ങൾ എന്തായിരുന്നു? അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ആ സമയത്ത് VP നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അത്ര നല്ല ടേംസിലല്ലായിരുന്നു. എന്ന് വെച്ച് വഴക്കൊന്നുമല്ല, പഴയതുപോലെ ഒരു സഹകരണം ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും മുരളിക്കോ അശ്വതിക്കോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാതിരിക്കില്ലല്ലോ. ഗീതയുമായി ഞാൻ ഡിവോഴ്സിന് മുതിർന്നെങ്കിൽ അതത്ര സില്ലിയായ കാര്യത്തിലായിരിക്കില്ല. VP, ഞാൻ തുറന്നു പറയുന്നുണ്ടൊന്നും തോന്നരുത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. എനിക്ക് എൻ്റേതായ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. മാത്രമല്ല ഞാനല്പം തിരക്കിലുമാണ്. ഓഫീസിൽ പോകാൻ സമയമായി. നമുക്ക് പിന്നെ വിശദമായിട്ട് സംസാരിക്കാം. ഓ ഷുവർ. സോറി മുരളി, ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കാന്ന് കരുതരുത്. എന്നാൽ മുരളി പോയിക്കോളും, നമുക്ക് പിന്നെ കാണാം. VP-നെ കണ്ടു അല്ലേ? ഞാൻ മുരളിയേട്ടൻ വരുന്നത് കണ്ടു. മനഃപൂർവ്വം അങ്ങോട്ട് വരാതിരുന്നത്. നമ്മൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കണ്ട പിന്നെ അപ്പുവിന്റെ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കാലോ എന്ന് കരുതി. തന്നോടെന്താ VP ചോദിച്ചത്? നിങ്ങളെ അന്വേഷിച്ചാ വന്നത്. അമ്മയാ ഡോറ് തുറന്നത്. VP-നെ കണ്ട ഉടനെ തന്നെ തുടങ്ങിയില്ലേ അമ്മ. അമ്മയുടെ വായിന്ന് അബദ്ധം വല്ലതും വീണോ അശ്വതി? വീണേനെ. തക്ക സമയത്ത് ഞാൻ വന്നതുകൊണ്ട് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. VP-നെ കണ്ടതും അമ്മ അപ്പുവിന്റെ അസുഖക്കാര്യം എടുത്തിട്ടു. ഉടനെ ആൾക്ക് അതെന്താന്ന് അറിയണമെന്നായി. പിന്നെ ഞാനൊരുവിധം എന്തൊക്കെയോ പറഞ്ഞ് തടി തപ്പി. എന്നാലും VP-ന് അപ്പുവിന്റെ കാര്യത്തില് കാര്യമായി എന്തൊക്കെയോ ഡൗട്ടുണ്ട്. അപ്പുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഗീതയുടെ കാര്യവും VP അറിഞ്ഞു. അവര് തമ്മിൽ ഡിവോഴ്സ് ചെയ്യാനിരുന്ന കാര്യമൊക്കെ VP അറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചത്. അപ്പോ ഗീതേച്ചി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചൂല്ലേ? എന്നിട്ട് മുരളിയോട്ടനോട് എന്താ ചോദിച്ചത്? എന്തായിരുന്നു അതിന് പിന്നിലുള്ള യഥാർത്ഥ ഇഷ്യൂ എന്ന്. ഗീതയോട് അതേക്കുറിച്ച് സംസാരിക്കാനുള്ള പരിമിതി കാരണമാണ് എന്നോട് ചോദിക്കുന്നതെന്ന്. എന്നിട്ട് മുരളിയേട്ടൻ എന്താ പറഞ്ഞത്? എന്തു പറയാൻ, ഭാഗ്യത്തിന് ഗീത നേരത്തെ അതിനെക്കുറിച്ചൊരു സൂചന തന്നതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. അതെന്തായാലും നന്നായി. പക്ഷേ BP അതത്ര അങ്ങോട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല. മാത്രമല്ല, ഞാൻ ഒഴിവാക്കിയതാണെന്ന്
VPക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു. അത്ര സുഖത്തിലല്ല പിരിഞ്ഞത്. കഷ്ടിച്ച് കുറച്ചു നേരം VPയുടെ മുമ്പിൽ നിന്ന് പിഴയ്ക്കാൻ നമ്മൾ എത്ര പാടുപെട്ടു. അത് വെച്ച് നോക്കുമ്പോ ഒന്നും അറിയിക്കാതെ ഇത്രയും നാൾ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പാവം ഗീതേച്ചി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും. ഇനി എത്ര ശ്രമിച്ചാലും ഗീതയ്ക്ക് അധികം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവുമെന്നാ തോന്നുന്നേ. അതെന്താ, VPയുടെ അപ്പുവിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? VP സ്വന്തം നിലയ്ക്ക് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലത്തെ കൊച്ചി യാത്ര. അപ്പു ജേർണലിസത്തിനൊന്നും പോയിട്ടില്ലെന്നും ഗീതയും മാളും VPയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതുപോലെയല്ല കാര്യങ്ങളെന്നും VP മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയുള്ള ഓരോ ശ്രമങ്ങളും അപ്പുവിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ളതായിരിക്കും. എന്നെ ഉൾപ്പെടെ ചലഞ്ച് ചെയ്യുന്ന പോലെ ആയിരുന്നു VPയുടെ സംസാരം. എന്റെ ഈശ്വരാ, ഇനിയിപ്പോ എന്താ മുരളിട്ട ചെയ്യാ? എന്ത് ചെയ്യാൻ? വരുന്നിടത്ത് വെച്ച് നേരിടാം എന്ന മട്ടിൽ അങ്ങ് പോവുക, അത്ര തന്നെ. ഗീതേച്ചി അത് തന്നെയാ പറഞ്ഞത്. എവിടെ വരെ പിടിച്ചിരിക്കാൻ പറ്റുമോ അവിടെ വരെ ഒന്നും അറിയിക്കാതെ നോക്കാംന്ന്. ഒന്നോക്കിയാ അതും നേരാ. അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. എന്താകെ വല്ലാതിരിക്കുന്നത്? VPയുടെ വന്നതോർത്തിട്ടാണോ? അതൊന്നുമല്ല. പിന്നെന്താ കാര്യം? അത് ചോദിക്കാൻ മറന്നുപോയി. മാളു എന്തിനാ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്? എന്താ മുരളിയേട്ടാ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ അവര് തമ്മിൽ എന്തെങ്കിലും? അവര് തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെന്താ കാര്യം? ഒന്ന് തെളിച്ചു പറയുന്നേ. അരുൺ ഭാസ്കർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുക അശ്വതി. ആ കാര്യം പറയാനാ മാളു എന്നോട് ചെല്ലാൻ പറഞ്ഞേ. എന്താ മുരളിയേട്ടാ, അവൻ വീണ്ടും മാളുവിനെ ശല്യപ്പെടുത്താൻ ചെന്നോ? നേരിട്ട് ചെന്നൊന്നുമില്ല. എന്നാലും മാളുവിനെ പിന്നെയും ഫോണിൽ വിളിക്കാൻ അവൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. എന്റെ ഈശ്വരാ, ആ പയ്യനിത് എന്ത് ഭാവിച്ചാ? അത് മാത്രമല്ല അശ്വതി, മാളുവിന് മറ്റൊരു കാര്യത്തിൽ കൂടി അയാളെ സംശയമുണ്ട്. ജോബിന് പറ്റിയ ആക്സിഡന്റിന് പിന്നിലും അരുണിന് പങ്കുണ്ടെന്നാ മാളുവിന്റെ സംശയം. അവള് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അതിന് സാധ്യതയുള്ളതുപോലെ എനിക്കും തോന്നുന്നു. ജോബിനോട് സൂക്ഷിച്ച് നടക്കണമെന്നും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലൊക്കെ സംഭവിക്കുമെന്നും അയാൾ മുന്നറിയിപ്പ് കൊടുത്തെന്ന്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവൻ ഇതൊക്കെ പറയണമെങ്കിൽ അവൻ അതിൽ ഇൻവോൾവ് ആണെന്ന് സംശയിക്കുന്നത് തെറ്റൊന്നുമില്ല. ഇത് എന്തൊരു ശിക്ഷയാ മുരളിയേട്ടാ. നമ്മൾ സംശയിക്കുന്ന പോലെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അവൻ ഇനിയും ജോബിനെ മാളുവിനെയൊക്കെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഇനി അവന്റെ ഭാഗത്തുനിന്ന് ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. വെറുതെ പ്രശ്നത്തിനൊന്നും പോവണ്ട മുരളിയേട്ടാ. അവന്റെ വീട്ടിൽ പോയി ചേച്ചിയും ഹസ്ബൻഡിനെയും കണ്ട് കാര്യം പറഞ്ഞാ മതി. വീട്ടുകാരെ പേടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ അവൻ അതുകൊണ്ട് ഒതുങ്ങിക്കോളും. അവന്റെ വീട്ടിലെന്തായാലും ഞാൻ അറിയിക്കുന്നുണ്ട്. അതിനു മുൻപ് അവനോട് നേരിട്ട് എനിക്കൊന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. വെറുതെ എന്തിനാ നമ്മൾ അതിനൊക്കെ പോകുന്നത്? അവനൊക്കെ ഏത് ടൈപ്പാന്ന് ആര് കണ്ടു? എനിക്കെന്തോ പേടിയാവുന്നു. അവനെ പോലുള്ള നരന്ത് പയ്യന്മാരെയൊക്കെ പേടിക്കാനാണെങ്കിൽ പിന്നെന്തിനാ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത്? അവനെ ഒന്ന് നേരിട്ട് കണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം, എത്രയും വേഗം. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. സാറ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായോ? ഇല്ല, ഏറിയാലൊരു 5 മിനിറ്റ്. രാവിലെ കാണാമെന്ന് പറഞ്ഞത് മിസ്റ്റർ നന്ദന് ബുദ്ധിമുട്ടായോ? ഇല്ല സർ, ഇന്ന് ഉച്ചവരെ അല്പം ഫ്രീ ആണ്. അതാ സാറ് വിളിച്ചപ്പോൾ രാവിലെ തന്നെ കാണാമെന്ന് ഞാൻ പറഞ്ഞത്. സാധാരണ വക്കീലന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ. നന്ദൻ എങ്ങനെ ക്രിമിനലാണോ നോക്കുന്നത് അതോ സിവിലാണോ? ഞാനങ്ങനെ
ഇന്ന കേസ് മാത്രമേ എടുക്കൂ എന്നൊന്നും നോക്കാറില്ല സർ. കേസിന്റെ മെറിറ്റും ആവശ്യകതയും പിന്നെ നമ്മളെ സമീപിക്കുന്ന കക്ഷിയുടെ സാഹചര്യമൊക്കെ നോക്കിയാണ് ഓരോ കേസും എടുക്കുന്നത്. കക്ഷിയുടെ സാഹചര്യം അതാണ് നന്ദൻ മെയിനായിട്ട് നോക്കുന്നു തോന്നുന്നു അല്ലേ? ഓഫ് കോഴ്സ്, അതൊരു മെയിൻ ഘടകമാണല്ലോ സർ. യെസ് യെസ്, അതൊരു മെയിൻ ഫാക്ടർ തന്നെയാണ്. നന്ദൻ ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ചുമ്മാ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുന്ന കേട്ടോ. ധൈര്യമായിട്ട് ചോദിക്കൂ സർ. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ്റെയോ ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. നിങ്ങൾ വക്കീലന്മാർക്ക് കള്ളം പറയാനുള്ള ലൈസൻസ് ആണല്ലോ കോർട്ട്. ഇതുവരെയുള്ള പ്രൊഫഷണൽ ലൈഫിൽ മിസ്റ്റർ നന്ദകുമാർ ഏകദേശം എത്ര കള്ളം പറഞ്ഞിട്ടുണ്ടാവും? കള്ളം പറയാൻ ലൈസൻസ് ഉള്ളവരാണ് വക്കീലന്മാരെന്നൊക്കെ ഉള്ളത് ചിലരുടെയെങ്കിലും തെറ്റിദ്ധാരണയാണ് സർ. അങ്ങനെയെങ്കിൽ ഈ നാട്ടിലെ സമർത്ഥരായ അഡ്വക്കേറ്റ്സ് എല്ലാം നല്ല കള്ളന്മാരും ആയിരിക്കണമല്ലോ. ഇനി കോട്ടിന്റെ നിറമാണ് പ്രശ്നമെങ്കിൽ വെളുത്ത കോട്ടിടുന്ന ഡോക്ടേഴ്സ് പറയുന്നതെല്ലാം സത്യമായിരിക്കണമല്ലോ. രോഗികൾ മാനസികമായി തളരാതിരിക്കാൻ വേണ്ടി അവരോട് കള്ളം പറയുന്ന ഡോക്ടേഴ്സ് ഇല്ലേ? അപ്പൊ ഇതൊക്കെ വെറും മുൻവിധികളാണ് സർ. യെസ് യെസ്. ഏയ് നോക്കൂ, ഞാനിതൊരു ഡിബേറ്റിന് വേണ്ടി ചോദിച്ചതല്ല കേട്ടോ. പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു കൗതുകം. അപ്പൊ നന്ദൻ പറഞ്ഞു വരുന്നത് കോടതിയിൽ ഇതേവരെ കളവ് പറഞ്ഞിട്ടേ ഇല്ലെന്നാണ്? ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഏയ് അതെങ്ങനെ ശരിയാവും വക്കീലെ? അങ്ങനെ വരുമ്പോ എന്റെ കാര്യത്തിൽ എവിടെ ഒരു മിസ്സിംഗ് കാണുന്നുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ, ഐ മീൻ ഇതുവരെ കോടതിയിൽ കളവേ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ, വിജയ് പണിക്കർ എന്ന ഞാൻ ഒരു മനോരോഗിയാണെന്ന് കോടതിയിൽ വാദിച്ചത് സത്യമാണല്ലോ. അത് മാത്രമല്ല, നിങ്ങളുടെ വാദം മുഖവലിക്കെടുത്ത കോടതിയെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ രേഖകളിലും എന്നെ മനോരോഗിയാക്കി തീർത്തു. അങ്ങനെയാണെങ്കിൽ അത് സത്യമാകേണ്ടതല്ലേ അല്ലേ വക്കീലെ? എന്താ മിസ്റ്റർ നന്ദകുമാറിന് എന്റെ ചോദ്യം ക്ലിയർ ആയില്ല എന്നുണ്ടോ? ചോദ്യം എനിക്ക് മനസ്സിലായി സർ. സത്യം മാത്രമാണ് ഞാൻ കോടതിയിൽ ബോധിപ്പിച്ചതെങ്കിൽ സാർ ഒരു മനോരോഗി ആകേണ്ടതല്ലേ എന്നാണ് സാറിന്റെ സംശയം. അതെ, ഓഫ് കോഴ്സ്. ഞാൻ കോടതിയിൽ പറഞ്ഞതിലും സാറ് സംശയിക്കുന്ന കാര്യത്തിലും ഭാഗികമായി സത്യമുണ്ട്. ആ സമയത്ത് സാറ് മെന്റലി വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയ ഒരു പീരീഡായിരുന്നു. അതൊക്കെ എനിക്കും മനസ്സിലാവും വക്കീലേ. അല്ലാതെ മെന്റലി ഫിറ്റായി ഞാൻ വഴിയെ പോയൊരു ട്രാൻസ്ജെൻഡറിനെ ആക്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചോദിച്ചത് അതിനെക്കുറിച്ചല്ല. ഞാനൊരു മെന്റൽ പേഷ്യന്റ് ആണെന്ന് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കോടതിയിൽ ക്ലെയിം ചെയ്തതെന്നാണ്. ആ സമയത്ത് ഞാൻ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നെങ്കിൽ അതിനു മുൻപും സമാനമായ സംഭവങ്ങൾ എന്റെ ഭാഗത്ത് ഉണ്ടായി കാണണമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി എന്റെ കാര്യത്തിലുണ്ടോ? ഏയ് പറയൂ വക്കീലെ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് കോടതിയിൽ നിങ്ങൾ ഞാനൊരു മനോരോഗിയാണെന്ന് വാദിച്ചത്? മുൻപ് എൻ്റെ ഭാര്യയോടോ മകളോടോ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ അങ്ങനെ പ്രകോപനപരമായി എന്തെങ്കിലും പെരുമാറ്റം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എനിക്കൊരു ഉത്തരവാണ് വേണ്ടത് മിസ്റ്റർ നന്ദൻ. സോറി സാർ, അതിനു മുമ്പുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നോ, ഇല്ലെന്നാണ് നിങ്ങളുടെ ഉത്തരവെങ്കിൽ കോടതിയിൽ മാത്രമല്ല ജീവിതത്തിലും കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് നന്ദകുമാർ എന്ന് എനിക്ക് പറയേണ്ടി വരും. പറയുക മാത്രമല്ല, തെളിവ് സഹിതം ഞാനത് പ്രൂവ് ചെയ്യുകയും ചെയ്യും. കാണണോ വക്കീലിന്? സാറിപ്പോൾ ഇങ്ങനെ പ്രൊവോക്ഡ് ആവേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ സംബന്ധിച്ച് സാറിന് ആ കേസിൽ നിന്ന് ഒരു അറസ്റ്റോ റിമാൻഡോ കൂടാതെ രക്ഷപ്പെടുത്തുകയായിരുന്നു ആവശ്യം. അത് മാത്രമായിരുന്നു ആവശ്യമെങ്കിൽ നിങ്ങൾ എന്തിന് എൻ്റെ മകളെക്കുറിച്ച് എന്നോട് കള്ളം പറഞ്ഞു? നിങ്ങളുടെ സഹോദരിയും എൻ്റെ മകളും തമ്മിലുള്ള സൗഹൃദമാണ് നിങ്ങളെ ഈ കേസെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും നിങ്ങളുടെ സിസ്റ്ററും എൻ്റെ അപ്പു ഒരുമിച്ചാണ് പഠിക്കുന്നതെന്നും പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല, എൻ്റെ ഭാര്യയ്ക്കും ആ കള്ളത്തരത്തിൽ പങ്കുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞ ആ കൊച്ചിയിലെ ക്യാമ്പസ് പോയിരുന്നു. അവിടെ അപൂർവ വിജയ് എന്നൊരു സ്റ്റുഡൻറ്റ് ജേർണലിസം കോഴ്സിന് പഠിക്കുന്നില്ല.
പറയും നന്ദൻ. എന്തിനായിരുന്നു അങ്ങനെ ഒരു കള്ളം നിങ്ങളും എൻ്റെ ഭാര്യയും ചേർന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്? ഇതുപോലൊരു ഭാവനാ സൃഷ്ടിയാണോ നിങ്ങളുടെ പെങ്ങളെ കഥയെന്ന് എനിക്ക് അറിയണം. സാർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നോ, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ് മിസ്റ്റർ. ഇത്രയും നാളും നിങ്ങളും എൻ്റെ ഭാര്യയും കൂടി ചേർന്ന് എന്നോട് നുണ പറയായിരുന്നു. ഞാൻ കരുതിയത് എൻ്റെ മകളുടെ എന്തോ ഒരു കാര്യമാണ് നിങ്ങൾ എന്നോട് മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് അതിലും ഗുരുതരമായ എന്തോ ഒന്നാണ് നിങ്ങളെല്ലാവരും കൂടി എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന്. കള്ളവും കാപട്യവും ഒക്കെ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിനൊരു അലങ്കാരമായിരിക്കും. പക്ഷെ നാളിതുവരെയുള്ള എൻ്റെ ജീവിതം സത്യസന്ധമായിരുന്നു. ആർക്കും ദ്രോഹം ചെയ്യുന്ന ഒരു കള്ളവും ഞാനിതുവരെ ആരോടും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ആ എന്നെയാണ് എൻ്റെ ഭാര്യ നിങ്ങളുടെ കൂട്ടുപിടിച്ച് കബളിപ്പിക്കാൻ നോക്കുന്നത്. അതെന്തിനു വേണ്ടിയായിരുന്നെന്ന് അടുത്ത തവണ നമ്മൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നോട് പറയേണ്ടി വരും. പറയിക്കും ഞാൻ. പ്രിയപ്പെട്ട വിപിക്ക്, നമ്മൾ തമ്മിലുള്ള മത്സരത്തിൽ വിപിക്ക് എൻ്റെ എല്ലാ വിജയാശംസകളും. അപ്പോഴത്തെ ഒരു വാശിക്ക് ഈ മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞെങ്കിലും എനിക്കറിയാം ഈ ഗെയിമിൽ അന്തിമ വിജയം വിപിക്ക് തന്നെ ആയിരിക്കുമെന്ന്. അതങ്ങനെ തന്നെ ആവുകയും വേണം. പക്ഷേ ഈ മത്സരത്തിൽ ജയിച്ചു വരുന്ന വിപിയുടെ മുഖം എനിക്കിപ്പോൾ സങ്കല്പിക്കാനാകുന്നുണ്ട്. ഒരിക്കലും അതൊരു ജേതാവിൻ്റെ മുഖമായിരിക്കില്ല. സ്വന്തം മകൾ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയുന്ന ഒരച്ഛൻ്റെ മുഖം. മനസ്സിൻ്റെ സമനില തെറ്റിയ ഒരാളായിരുന്നു താനെന്ന് തിരിച്ചറിയുന്ന നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ഭാവം. അപമാനഭാരം ഭയന്ന് സ്വന്തം ഭാര്യയുമായുള്ള വിവാഹബന്ധം വേർപെടുത്താനൊരുങ്ങിയ സ്വാർത്ഥനായ ഒരു ഭർത്താവിൻ്റെ, മകളെ വിഷം ചേർത്ത് ചോറിനാൽ കൊല്ലാൻ ശ്രമിച്ച ക്രൂരനായ ഒരു അച്ഛൻ്റെ മുഖം. അങ്ങനെ ഒരു രീതിയിലും ഒരു ജേതാവിൻ്റെ ഭാവത്തിനിണങ്ങാത്ത മുഖവുമായി വന്നു കയറുന്ന വിപിയെ എങ്ങനെയാണ്, എന്ത് പറഞ്ഞാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? എനിക്കറിയില്ല. അതിന് ഞാൻ അശക്തയാണ്. വിപി എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഭാവി ജീവിതത്തെപ്പറ്റി എനിക്ക് വല്ലാത്ത ഭയവും ആശങ്കയും തോന്നുന്നുണ്ട്. ഒന്നുകിൽ വിപി പഴയ ഭ്രാന്തിലേക്കോ അല്ലെങ്കിൽ വിവാഹമോചനത്തിലേക്കോ തിരിച്ചു പോകും. അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു സ്വയം അവസാനിപ്പിക്കൽ. ഇതിലേത് നടന്നാലും എനിക്കത് സഹിക്കാനാവില്ല. അതുകൊണ്ട് നിറഞ്ഞ സ്നേഹത്തോടെ, ഒരുപാട് ഇഷ്ടത്തോടെ ആദ്യം ഞാൻ തന്നെ കളമൊഴിയുകയാണ്. ആരെയും കുറ്റപ്പെടുത്താതെ, ആരോടും പരിഭവിക്കാതെ അടുത്ത ജന്മത്തിൽ നമുക്ക് ഈ സ്നേഹം തുടരാം. കഴിയുമെങ്കിൽ നമ്മുടെ അപ്പുവിനെ വെറുക്കാതിരിക്കുക. ഈ തീരുമാനം എൻ്റേത് മാത്രമാണ്. എവിടെയെങ്കിലും ഞാനൊന്ന് ജയിച്ചോട്ടെ വിപി. ഗുഡ് ബൈ, ഗീത.